അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ. ഹജ്ജിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ സൂക്ഷ്മത ആണ്. ഹജ്ജിൻ്റെ അഅ്മാൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ള രൂപം ആണ്. ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കണം. അതിനെ സംബന്ധിച്ചുള്ള ആദ്യം പറഞ്ഞ കാര്യത്തിൻ്റെ ചില സൂചനകൾ, പ്രധാനപ്പെട്ട സൂചനകളാണ് ബഹുമാന്യ സലാഹി പറഞ്ഞത്. തഖ്വ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ പേടി, പടച്ചോനെ പേടി. ആഖിറത്തിൽ ചെല്ലുമ്പോൾ കണക്ക് പറയുമ്പോൾ ഹജ്ജ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തോ ഇല്ലേ എന്ന് ചോദിച്ചാൽ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയാണ്. ഇതുവരെയുള്ള ജീവിതം ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഹജ്ജ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യമില്ലാത്ത ഒരു പ്രവൃത്തിയില്ല. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? എന്തിനാണ് അള്ളാഹു ജീവിതം തന്നത്? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, അള്ളാഹ്ക്ക് നല്ല ഇബാദത്ത് ചെയ്യുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ പഠിച്ചത്. അപ്പൊ പഠിച്ചതിന്റെ ജീവിതത്തിന്റെ നമ്മുടെ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിന് ഇഷ്ടമുള്ള നിർബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുക, പ്രവാചകൻ കാണിച്ചു തന്ന കാര്യങ്ങൾ ധാരാളം ചെയ്യുക. അങ്ങനെ പുണ്യം നേടിക്കൊണ്ട് സ്വർഗം നേടുന്ന സൂക്ഷ്മത ഉണ്ടാവുക. അതാണ് അള്ളാഹു നമുക്ക് ജീവൻ തന്നതിന്. അതിനു വേണ്ടിക്കൊണ്ടാണ് അള്ളാഹു നമ്മളോട് ഇബാദത്തുകൾ പറഞ്ഞത്, അല്ലേ? അതിനു വേണ്ടിയിട്ടും ഇബാദത്ത്, എന്തിന്? സൂക്ഷ്മത ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഇബാദത്തുകൾ. ആ ജീവിതത്തിന്റെ ലക്ഷ്യം ഇബാദത്ത് ചെയ്യല്. ഇബാദത്തിന്റെ ലക്ഷ്യമോ എന്താണ്? ഇബാദത്തിന്റെ ലക്ഷ്യം യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തഖ്വ ഉണ്ടാവലാണ് ഇബാദത്ത് ചെയ്യേണ്ട ലക്ഷ്യം. നമസ്കാരത്തിന്റെ ഇവിടെ പറഞ്ഞല്ലേ, യാത്രക്ക് പോകുമ്പോൾ എന്താ കയ്യിൽ വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തഖ്വയാണ് ഇവിടുന്ന് കൊണ്ടുപോകേണ്ടത്. അവിടുന്ന് കൊണ്ടുവരേണ്ടതും തഖ്വ തന്നെയാണ്. ഇവിടുന്ന് പോകുന്ന സമയത്ത് കൊച്ചു കുഞ്ഞിനെ പോലെ മനുഷ്യന്മാരോടുള്ള എല്ലാ കണക്കും തീർത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ അള്ളാഹുവിനോടുള്ള സകല കണക്കും തീർത്തിട്ട് വേണം അങ്ങോട്ട് തിരിച്ചു വരാൻ. ആ ഒരു യാത്ര, ആ യാത്രയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജ് യാത്ര എന്നല്ലേ നമ്മൾ പറയുന്നത്. ജീവിതം ഒരു യാത്രയാണ്. അപ്പൊ ഈ യാത്രയുടെ അടുത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും അതൊക്കെ സൂക്ഷ്മമായിട്ട് ചെയ്യണം. ഹജ്ജ് എന്ന് പറയുന്ന നമസ്കാരം 2 റക്അത്ത് നമസ്കരിക്കാൻ 5 മിനിറ്റ് വരും. 4 റക്അത്ത് നമസ്കരിക്കാൻ 10 മിനിറ്റ് നീയായിരിക്കും, 20 മിനിറ്റ് അത്രല്ലേ വേണ്ടു. പക്ഷെ അതാണ് ഒരു ഇബാദത്ത്. അങ്ങനെ ഒരു 5 വക്ത് നമസ്കരിക്കാൻ എത്ര സമയം വേണം? 24 മണിക്കൂറിൽ 1-2 മണിക്കൂർ. ആ മണിക്കൂർ സമയമല്ല, ബാക്കിയുള്ള സമയമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ജീവിക്കുന്നത്. ജീവിതം ആണ് എന്താക്കേണ്ടത്? ശുദ്ധമാക്കേണ്ടത്. നമസ്കാരത്തിന് എന്തെങ്കിലും അടങ്ങി നിൽക്കുന്ന ഒരാൾ ഉപദ്രവിക്കില്ല, ശരിയാണ്. പക്ഷെ ബാക്കിയുള്ള സമയം ശുദ്ധിയായിരിക്കണം. എന്നതുപോലെ ഹജ്ജില് തവാഫ് ചെയ്യാനും ഒരിത്തിരി നേരം മതി, സഅയ് ചെയ്യാനും 1 മണിക്കൂർ 1/2 മണിക്കൂർ മതി, അല്ലേ? ഇനി ജംറയിൽ എറിയാൻ എത്ര? 10 മിനിറ്റ് മതി. മിനയിൽ താമസിക്കിടന്ന് ഉറങ്ങാണ്. പക്ഷെ ഹജ്ജ് എവിടെയാണ്? ഹജ്ജ് യാത്രയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ എവിടെയാണ് സ്വഭാവം മനസ്സിലാവുക നമുക്ക്? ഒരു കാര്യത്തിൽ കിട്ടാണ്ട് വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരിക. വണ്ടി വന്നിട്ടില്ല, എല്ലാവരോടും 2 മണിക്ക് വരാൻ പറഞ്ഞ് വണ്ടി വന്നിട്ടില്ല. അപ്പൊ കാണാൻ സ്വഭാവം എന്താ? ചോറിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കണ്. ചോറ് വിളമ്പി, പക്ഷെ കറിയൊന്നും വന്നിട്ടില്ല. 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് കാത്തിരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ സ്വഭാവം വ്യക്തമാവുക, കാര്യം നടക്കാതെ വരിക. പലയിടത്തും കാത്തിരിക്കേണ്ടി വരും. ഇവിടെ മാത്രമല്ല, യാത്ര അങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ 10 ദിവസത്തെ യാത്ര മുഴുവൻ കാത്തിരിപ്പാണ്. അതാണ് ഹജ്ജ് യാത്ര. അപ്പൊ ഹജ്ജ് ഇവിടുന്ന് ആരംഭിച്ചു യാത്രക്ക് തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചു വരുന്നത് വരെ ഈ ഇബാദത്ത് ചെയ്യാത്ത സമയം, ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഉറങ്ങാൻ എടുക്കുമ്പോൾ ഉറക്കത്തിലാരും ഉപദ്രവിക്കില്ല, ഒരാള് ഉപദ്രവം ഉണ്ടാവില്ല. പക്ഷെ കാത്തിരിക്കുന്ന സന്ദർഭങ്ങൾ, അത് ഹജ്ജ് യാത്ര. അത് ഞാൻ ആദ്യമായിട്ട് ഒരു പോയിന്റായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ലക്ഷ്യം എപ്പോഴും മഗ്ഫിറത്ത് എന്ന ലക്ഷ്യം, അള്ളാഹു എനിക്ക് പുറത്തു തരണം. സ്വർഗം എന്ന ലക്ഷ്യം, അള്ളാഹു എനിക്ക് സ്വർഗം തരണം. അള്ളാഹുവിന്റെ തൃപ്തി എനിക്ക് കിട്ടണം. ഇതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം.
ആ ലക്ഷ്യം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് വേറൊരു ഒരാളെ നമുക്ക് കാണുന്നില്ല, ഒരാളെ നമ്മൾ കേൾക്കുന്നില്ല, ഒരാളും നമ്മളെക്കാളെ കുറ്റം ചെയ്തവനായിട്ട് ലോകത്തില്ല. അപ്പൊ നമുക്ക് നമ്മളെ പറ്റിയിട്ട് എല്ലാ കുറ്റങ്ങളും അറിയാം. ലോകത്തുള്ള ആളുകൾ എല്ലാവരും നല്ല ആളുകളും അള്ളാഹുവിന്റെ ഗസ്റ്റായിട്ട് അള്ളാഹു ലിസ്റ്റ് ഇട്ടിട്ട് പേര് എഴുതിയിട്ട് വന്നിട്ടുള്ള ആളുകളിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെല്ലാവരും അവരൊക്കെ നമുക്ക് വെള്ളം തരുന്നത്, ഭക്ഷണം തരുന്നത്, ബാക്കിയുള്ളവരെ ഖിദ്മത്ത് ചെയ്യുന്നു. നമ്മൾ മാത്രം കുറ്റവാളിയാണ് എന്നൊരു ബോധം അതുണ്ടാവുമ്പോൾ ഉണ്ടാവുന്നത് മഹഫറത്ത് ചോദിക്കുള്ളൂ. അതോട് മഹഫറത്ത് ചോദിക്കുന്നത് ഞാൻ ഒക്കെ ഇപ്പോൾ തികഞ്ഞ ആളുണ്ട്, എല്ലാം പൂർത്തിയായ ആളെന്നുള്ളൊരു വിചാരം നമുക്ക് ഉണ്ടായി ഒരിക്കലും അതോട് മഹഫറത്ത് ചോദിക്കില്ല. അപ്പം നമ്മൾ നമ്മളെ പറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇവാലുവേഷൻ നടത്തണം. എൻ്റെ ലൈഫ് ഇത്ര വയസ്സായി, 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ്, അല്ല 30 വയസ്സായി. ഓക്കെ, ഇത്രയും സമയത്തിനിടയ്ക്ക് അള്ള പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ട്, അള്ള പറയാത്ത എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി അള്ളാഹുവിനോടും മനുഷ്യന്മാരോടുമുള്ള ബാധ്യതകളിൽ എന്തൊക്കെ കുറവുകൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പൊ എന്നെക്കാളും നല്ല ആളുകളല്ലേ ചുറ്റുവട്ടത്തുള്ളത്, അവരെക്കാൾ എത്രയോ ഗ്രേഡ് കുറഞ്ഞ ആളാണ് ഞാൻ ഇനി ഒന്ന് നന്നാവാൻ എന്താണ് വേണ്ടത് എന്ന ഒരു മനസ്സറിഞ്ഞുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാകണം. അതിനാണ് നമ്മൾ പറയുന്നത് തൗബ എന്ന് പറയുന്നത്. തൗബ, അള്ളാഹുവിലേക്ക് മടങ്ങാം. അള്ളാഹുവിനോട് എല്ലാ കുറ്റമായിട്ട് പറയുന്നത് പോലെ തന്നെ മഹലൂക്കുകളോടും എല്ലാ കുറ്റമായിട്ട് പറയും. അപ്പൊ ഹജ്ജിന് മുമ്പുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാഹ് തസ്രീ കിട്ടിയ ആളുകൾ വിചാരിച്ച് എല്ലാവരും കഴിഞ്ഞു. തസ്രീ കിട്ടാത്തവർ വിചാരിച്ച് ആളുകളോട് മഗ്ഫിറത്തും മർഹമത്തും അല്ലെങ്കിൽ അഫുവും വിട്ടുവീഴ്ചയൊക്കെ ചോദിക്കൽ തസ്രീ കിട്ടിയിട്ടാട്ടെ. തസ്രീ കിട്ടുന്നതിനെപ്പെട്ട് നമ്മൾ മരിച്ചുവരും ചെയ്യും. നമ്മളത് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. തസ്രീ കിട്ടിയിട്ടല്ല ആളുകളോട് മാപ്പ് ചോദിക്കേണ്ടത്. മാപ്പ് ആദ്യം ചോദിച്ച് എപ്പോഴും ക്ലിയറാക്കി വെക്കേണ്ടത്. പക്ഷെ ഹജ്ജിന് മുമ്പ് നമ്മൾ എന്ത് വേണം, ശുദ്ധമായൊരു മനസ്സുമായിട്ടായിരിക്കണം പോകണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ വലിയൊരു എമൗണ്ട് ചിലവാക്കിക്കാൻ പോകുന്നത്. അപ്പോൾ ആ സ്വത്ത് ഹലാലായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് ആയിട്ട് എല്ലാവരും പോകുന്നത്, കാരണം ഇത്ര വലിയൊരു എമൗണ്ട് അല്ലേ. അപ്പം അത് ഹലാലായ സമ്പാദിച്ച് ഒരുക്കി തൃപ്തിപ്പെട്ട് നിലയിലാണ് ചെയ്യുന്നത്. അത് ഉറപ്പിക്കണം. എന്തെങ്കിലും ഒരു ഹറാം അതിനകത്ത് വന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെങ്കിലേ അള്ളാഹു ഹജ്ജ് സ്വീകരിക്കുള്ളൂ. പിന്നെ നിങ്ങളുടെ സെലക്ഷനിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ ഇസ്ലാഹി സെന്റർ ഉണ്ടെങ്കിൽ എന്നാൽ അത് മതി എന്ന ഒരു സെലക്ഷൻ. അതെന്താണ്, അത് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വരുന്ന ഹജ്ജ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒറ്റ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ പല കർമ്മങ്ങളും ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ തിരിച്ചു വരേണ്ടി വരും. അത് ഇവിടെ ഉണ്ടാവില്ല. നേരെ മറിച്ച് തവാഫ് ചെയ്യുമ്പോഴും സഅയ് ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒറ്റയ്ക്കാണെങ്കിൽ അതിന് വേറൊരു ഗുണമുണ്ട്. കാരണം എന്താണ്, അള്ളാഹുവായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. പക്ഷെ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടണം. ഇനിയിപ്പോൾ നമുക്ക് മനസ്സ് ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മനസ്സ് ശുദ്ധീകരിക്കേണ്ടത് എങ്ങനെയാണ്? എല്ലാ ദുനൂബുകളിൽ നിന്നും, എല്ലാ ഖതായകളിൽ നിന്നും, എല്ലാ മഅസിയത്തുകളിൽ നിന്നും, പ്രത്യേകിച്ചും ഏറ്റവും വലിയ ദമ്പായിട്ടുള്ള ശിർക്കിൽ നിന്ന് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കണം. ഇസ്ലാഹി സെന്ററിന്റെ കൂട്ടത്തിൽ ഹജ്ജിന് വരുന്ന ആളുകൾ പ്രത്യേകിച്ച് ആ ശിർക്കൊക്കെ പോയ ആളുകളായിരിക്കും. അവർ നൂലൊക്കെ അഴിച്ചു കളഞ്ഞ്, ഐക്കല്ലും അഴിച്ചു കളഞ്ഞ്, എല്ലാ വിധത്തിലുള്ള ശേഖും തങ്ങളും കോജയും വരിയും ബാവയും ബീവി ഒക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിലേക്ക് മാത്രം, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം എന്ന നിലക്ക് വരുന്നവരുള്ളത്. അതുകൊണ്ട് ശിർക്കിൽ നിന്ന് ശുദ്ധമായി. ഇനിയിപ്പോൾ എന്താണ് ആവേണ്ടത്? ഇനി വിദ്യാർത്ഥികളിൽ നിന്ന് ശുദ്ധമാകണം. അതേപോലെ തന്നെ തിന്മകളിൽ നിന്നൊക്കെ ശുദ്ധമാകണം. പലർക്കും പല പൊട്ട സ്വഭാവങ്ങൾ, എല്ലാവരുടെയും സ്വഭാവങ്ങൾ വേറെ 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 വ്യത്യസ്തങ്ങളിൽ. പക്ഷെ അവർക്ക് അവരെ പറ്റിയിട്ട് എന്തില്ല, ഞാൻ ഇത്ര വലിയൊരു കുറ്റാണ് ചെയ്യുന്നത് എന്ന് അവർക്കറിയില്ല. അപ്പൊ അതെന്ത് വേണം, അതൊന്നും അറിയണം നമുക്ക്. നമ്മൾ ചെയ്യുന്ന കുറ്റം എന്താണ്? മുവഹിദുകളായ അധികം ആളുകളും നരകത്തിൽ പോകുന്നതിന്റെ കാരണം ചുറ്റുവട്ടത്തുള്ള ആശ്രയിക്കുന്നവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് കൊണ്ടായിരിക്കും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. തൗഹീദൊക്കെ ഓക്കെയാണ്, സുന്നത്ത് ഓക്കെയാണ്. പക്ഷെ എന്താണ്, ഭാര്യയായിട്ട് ബന്ധം ശരിയല്ല, മകളായിട്ട് ബന്ധം ശരിയല്ല, കുടുംബമായിട്ട് നല്ല ചേർച്ചയിലും ബന്ധത്തിലുമല്ല. അതെന്താണ്, അത് നമ്മുടെ ബാധ്യതകളെ പൂർണ്ണമാക്കുന്നതിൽ ഭയങ്കര കുറവ്. അതുകൊണ്ട് അക്കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഉണ്ടാവുന്നത് നമ്മുടെ മനസ്സ് ശുദ്ധാകുന്നത്. പിന്നെ ശരീരം ശുദ്ധാകേണ്ട കാര്യം പറയാനില്ല. അതൊക്കെ എപ്പോഴും വൃത്തിയാകാൻ നമുക്കറിയാലോ. ഏറ്റവും നല്ല നിലയാണ് നമ്മൾ കുളിക്കുന്നത്, ഏറ്റവും നല്ല സോപ്പ് ഉപയോഗിക്കുന്നു, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്നു. 2 ഇഹ്റാമിന്റെ വസ്ത്രം, 3 ഇഹ്റാമിന്റെ വസ്ത്രമൊക്കെ കരുതുന്ന ചില ആളുകളുണ്ട്. അത്രക്കൊന്നും ആവശ്യമില്ല, 1 ഇഹ്റാമിന്റെ വസ്ത്രം മതി.
അത് തന്നെ ഉമ്രക്കും അത് തന്നെ ഹജ്ജിനും മതി. പൊടി പിടിച്ചാലും ഇത്തിരി അഴുക്കായാലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മനസ്സാണ് ശുദ്ധീകരിക്കേണ്ടത്. ചില ആളുകൾ വിചാരിക്കും ഇസ്തിരി ചുളിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഹജ്ജിന് വല്ല കുഴപ്പമുണ്ടാവുമോ? അങ്ങനെയൊന്നുമില്ല. കൊണ്ട് ജല പിടിച്ച് പൊടി പിടിച്ച എത്രയെത്ര ആളുകൾ ഹാജിമാരെ പറ്റി വിശദീകരിച്ച് റസൂൽ പറഞ്ഞ അതിന് ഹജ്ജ് യാത്രയിൽ ഇങ്ങനെ പൊടി പിടിക്കും, അഴുക്ക് പിടിക്കും. പക്ഷെ മനസ്സ് തിളങ്ങണം. മനസ്സിന് തിളങ്ങേണ്ടത് അതല്ലാതെ വസ്ത്രങ്ങളോ വിധാനങ്ങളോ അല്ല. അവിടെ ഹൈ ക്ലാസ് സാധനങ്ങൾ മാത്രം, ഏറ്റവും നല്ല സൂപ്പ്, ഏറ്റവും നല്ല വസ്തുക്കൾ, ഏറ്റവും നല്ല ക്രീം, ഏറ്റവും നല്ല ഡ്രസ്സ്, ഏറ്റവും നല്ല ക്ലോത്ത്, അത് മാത്രം കൊണ്ടുപോകാം. അല്ല, ഏറ്റവും നല്ലതാവേണ്ടത് മനസ്സ്. ആ മനസ്സ് ഏറ്റവും നല്ലതായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശരിയാവും, എല്ലാം നന്നാവും. അപ്പൊ മനസ്സിന്റെ ശുദ്ധീകരണം ഏറ്റവും നന്നാക്കണം. അതിനാണ് നമ്മളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിക്കുന്നത് ഒരുപാട് പ്രാവശ്യം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അള്ളാഹു നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് നീ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വരുന്നത്. അതല്ലാതെ അയാൾ പോകുന്നത് കൊണ്ട് ഞാൻ പോകുന്നതല്ല, ഇയാൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പോകുന്നതല്ല. എനിക്ക് നിന്റെ തൃപ്തി വേണം. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യവും 10 പ്രാവശ്യവും 100 പ്രാവശ്യവും 1000 പ്രാവശ്യവും പറഞ്ഞാലും പൂർത്തിയാവില്ല. ഓരോ പ്രാവശ്യം പറയുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ അതിന്റെ അർത്ഥം നമുക്ക് പറയണം. പടച്ചോനെ നിനക്ക് വേണ്ടിയിട്ട്, നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ടാണ് ഞാൻ പോകുന്നത് എന്ന വഹദാനിയത്ത്, ഒറ്റ ഒരേ ഒരു റബ്ബിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ ആവർത്തിച്ച് പറയണം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക. ഒരാളും ഇല്ല ഇതിന്റെ അടുത്ത്, ഒരാൾക്കും ഇതിൽ പങ്കില്ല. അയാൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ വരുന്നത്. ഇയാൾക്കെന്നെ തൃപ്തി കിട്ടാൻ, അയാൾക്കെന്നെ പേര് കിട്ടാൻ, പെരുമ കിട്ടാൻ, ഇതിനൊന്നിനും വേണ്ടിയിട്ടല്ല. ഞാൻ പഠിച്ചവരും നിനക്ക് വേണ്ടിയിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ശുദ്ധീകരണം. ഈ ശുദ്ധീകരണമാണ് നടക്കേണ്ടത്. അതിനാണ് നമസ്കാരം അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത്. എന്താണ്? അഖിമിസ്സലാത്ത് ലിദിക്രി, എന്നെ ഓർത്തിട്ട് തഖ്വ വർദ്ധിപ്പിക്കാൻ നിസ്കരിക്കണം. ഓരോ നിസ്കാരം കഴിയുമ്പോഴോട് കൂടിയിട്ട് കുറെ നിസ്കരിച്ച് ഇപ്പോൾ റമദാനിലൊക്കെ തറാവീഹ് നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് കനം കുറഞ്ഞായിരിക്കൊക്കെ കുറെ പോയി കയറുന്നത്. നോമ്പ് പിടിച്ചത് നമുക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. സക്കാത്ത് നമ്മുടെ സ്വത്ത് ശുദ്ധീകരിക്കുകയാണ്. അതാലോ ഹജ്ജ് നമ്മുടെ ജീവിതത്തിനെ മുഴുവൻ ശുദ്ധീകരിക്കണം. കാരണം ഒരു പ്രാവശ്യം ഇത് നിർബന്ധമുള്ളൂ, ഒരു പ്രാവശ്യം നിർബന്ധമുള്ളൂ. അപ്പൊ ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് ശുദ്ധീകരിച്ചാൽ മാഷാ അല്ലാഹ് അയാൾ രക്ഷപ്പെട്ടു. അങ്ങനെ ശുദ്ധീകരിച്ചിട്ട് കുറ്റം കുറവൊന്നുമില്ലാത്ത, ചുളിവില്ലാത്ത, ചുക്കില്ലാത്ത, ഒരു വിധത്തിൽ ഒരാളോട് ഒരു വിഷമമില്ലാത്ത, വൈരാഗ്യവും വിദ്വേഷവും ഇല്ലാത്ത ഒരു മനസ്സായിട്ട് നാളെ ആഖിറത്തിൽ വരുന്ന ഒരാൾക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു മനസ്സ് എനിക്ക് തരണേന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു. നമുക്കുണ്ടാകേണ്ടതും അതെ. നമുക്ക് ഒരാളോട് ഒരു വിഷമം ഉണ്ടാകരുത്. ഒരാളെ കൊണ്ട് നമുക്കൊരു ഉപകാരം കിട്ടാൻ പോണില്ല, ഒരാളെ കൊണ്ട് നമുക്കൊരു ഉപദ്രവം കിട്ടാനും പോണില്ല. അള്ളാഹു നമുക്ക് തമ്മേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ആ റബ്ബിനെ തൃപ്തിക്കേണ്ടി ഞാൻ പോകുന്നത്. വേറെയുള്ള എല്ലാ മഖലൂക്കുകളും അവര് വെറും നമ്മളെ സേവിക്കുന്നതിന് വേണ്ടി പടച്ചതമ്പുരാൻ നമുക്ക് ഏൽപ്പിച്ചു തന്ന ആളുകളാണ്. അള്ളാഹുവാണ് ഇതൊക്കെ നടത്തി വരുന്നത്. ജിബ്രീൽ എന്ന മലക്കായിരുന്നാലും ശരി, മീകായിലായിരുന്നാലും, നമ്മളെ കൂട്ടുന്ന ഹഫദത്തുകളായിരുന്നാലും, മുങ്കറായിരുന്നാലും, നെക്ബീറായിരുന്നാലും, എൻ്റെ മകനായിരുന്നാലും, മകളായിരുന്നാലും, വാപ്പയായിരുന്നാലും, ഉമ്മയായിരുന്നാലും, അള്ളാഹു എന്നെ ഒരു രാജാവാക്കി ആട്ടാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ രാജാവിനെ ഖിദ്മത്ത് ചെയ്യുന്നവരാണ് ചുറ്റുവട്ടത്തുള്ളവരെല്ലാവരും. അതുകൊണ്ട് ആരോട് ഒരു വിഷമമല്ല വിചാരിക്കേണ്ടത്. നേരെ മറിച്ച് അവരോട് എനിക്ക് ബാധ്യതകളുണ്ട് എന്ന ബോധത്തോടു കൂടിയിട്ട് നമ്മൾ ജീവിക്കേണ്ടത്. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആലോചിക്കുക, നമുക്ക് എല്ലാ കാര്യങ്ങളും അല്ല തന്നില്ലേ. ആത്താക്കും ഈ മാസമായിരുന്നു. നിങ്ങൾ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. ആ നിലക്കാണ് അള്ളാഹു നമ്മളെ ഓരോ വ്യക്തികളെയും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് സൂര്യനെ തന്നതും, ചന്ദ്രനെ തന്നതും, ഭൂമി തന്നതും, വീട് തന്നതും, വണ്ടി തന്നതും, വാഹനം തന്നതും, ഇണകളെ തന്നതും ഒക്കെ അള്ളാഹു ഒരൊറ്റ വ്യക്തി, നീ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ തന്നു. ആ നിലക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ അള്ളാഹുമായിട്ട് നമുക്ക് എത്ര അടുപ്പുണ്ടാകണം? ആ അടുപ്പം ആർജിച്ചുകൊണ്ടായിരിക്കണം ഇൻഷാ അല്ലാഹ് നമ്മൾ പോകേണ്ടത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ബസ്സിൽ വെച്ചിട്ട് ഇഹ്റാമൊക്കെ കഴിഞ്ഞ് നമ്മൾ മക്കയിലേക്ക് എത്തുന്നത് വരെ, അല്ലെങ്കിൽ മദീനയിലാണെങ്കിലും മക്കയിൽ എത്തുന്നത് വരെ ഒരു 4 മണിക്കൂർ, 5 മണിക്കൂർ, അല്ലെങ്കിൽ 1 മണിക്കൂർ തൽബിയത്ത് ചൊല്ലെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് തൽബിയത്തല്ലാണ്ട് ഒരു വിഷമമാണ്. ഞാൻ ഇപ്പം തന്നെ പറയുന്നു, തൽബിയത്ത് പുരുഷന്മാർ ഉറക്കം ചെല്ലണം. അതാണ് ആത്മാർത്ഥത. അത് ആളോട് പിന്നെയും പറയണം. സ്ത്രീകൾ അവരറിയണ ഉച്ചത്തിൽ ചൊല്ലണം എന്ന് വെച്ചാൽ അതാണ് നമ്മളുടെ തൗഹീദിന്റെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം നടത്തി നാളെ തുടങ്ങി.
ഇയാൾ ഇരുത്തിരിക്കുമ്പോ ഞാനെങ്ങനെ ഉറക്കനെ തൽബിയത്തിൽ മറ്റാൾ കേൾക്കല്ലേ, ഇയാൾ അറിയല്ലേ നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. നിങ്ങളെ ആൾ ഇപ്പോഴും ആളെ പേടി മാറിയിട്ടില്ല. മുടി അടിക്കുന്നത് എങ്ങനെയാണ്? അവിടെ ചെല്ലുമ്പോ മുദീർ എന്ത് പറയും? മുദീറിന് പേടി, അള്ളാഹിന് പേടിയായിട്ടില്ല. ആളുകൾ തല കണ്ടാലെന്ന് പറയും. നാട്ടിൽ ചെല്ലുമ്പോ തലയിൽ രോമലാണ്ടി എന്ന് കഴിഞ്ഞാൽ പെണ്ണെട്ടാൻ പോണാണ്. ഇല്ല, നിങ്ങൾക്ക് അവരെയാണ് പേടി. നിങ്ങൾ അള്ളാഹിനെ പേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നാണോ എത്തുന്നത്, അന്നാണ് നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നത്. വേറെ ഒരാളെയും ഒരു കാര്യത്തിനും പരിഗണിക്കരുത്. അള്ളാഹിനെ കൊണ്ടല്ലാതെ ഒരു കൂവത്തും ഒരു ഹൗലും നടക്കുകയില്ലെന്ന വിചാരമാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് നമ്മളെ പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് തൽബിയത്ത് ചെല്ല് 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 ചെല്ല്. റസൂലുള്ളാഹിയുടെ കൂടെ വന്നിട്ടുള്ള ആയിരക്കണക്കിന് സഹാബികൾ നടന്നിട്ട് പൊടി കൂടെ നടന്നിട്ട്, പൊടി പിടിച്ചിട്ട് മാസ്ക് ഒന്നുമില്ല, അങ്ങനെ പൊടിയിൽ കൂടെ നടന്നിട്ട് അവരിങ്ങനെ പൊടി വായയിൽ കൂടെ ശ്വസിക്കുന്നില്ല. ലബ്ബൈക് അല്ലാഹുമ്മ എന്ന് പറയുമ്പോൾ വായ കൂടെ പൊടി കയറുന്നു. കയറി 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 ഒരു ദിവസം 2 ദിവസം 3 ദിവസം കൂടി കയറിയിട്ട് ശബ്ദം പുറത്തു വരില്ല, കഫം കെട്ടിയിട്ട്. തൽബിയത്ത് വരുമ്പോൾ ഒച്ച പുറത്ത് വരണ്ടേ? ജിബ്രീൽ അലൈഹിസ്സലാം താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് റസൂലുള്ളാഹിയോട് പറയണേ, അവരോട് പറയും ഉറക്ക തൽബിയത്ത് അല്ല, വീണ്ടും വീണ്ടും വീണ്ടും. അവരെ നല്ല ബുദ്ധിമുട്ട് നമുക്കുണ്ടാകും. നമ്മളിങ്ങനെ AC കാറിൽ AC വണ്ടിയിൽ ഇങ്ങനെ സുന്ദരമായിട്ട് ഇങ്ങനെ വയറും നിറഞ്ഞിട്ട് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഇങ്ങനെ ഇസ്ത്രീ ഒഴുകാണ്ട് ഇങ്ങനെ ഇരിക്കണം, നേർക്ക് നേരെ പെർഫ്യൂമൊക്കെ പൂശിയിട്ട്. എന്നിട്ട് അല്ല തൽബിയത്ത് എല്ലാം പറഞ്ഞിട്ട് ചെല്ലണില്ലെങ്കിൽ അപ്പൊ നമ്മുടെ മനസ്സ് ശുദ്ധിയായിട്ടില്ല എന്നതിന്റെ അർത്ഥം. മനസ്സ് ശുദ്ധി ആകാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ഇത് പറയുന്നത്. എല്ലാ കാര്യവും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള എന്റെ നിസ്കാരവും എന്റെ എല്ലാ കർമ്മങ്ങളും എല്ലാ ചര്യയും എന്റെ ജീവിതവും മരണവും എല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിചാരം മനസ്സിൽ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പേടിയുണ്ടാവില്ല. പക്ഷെ അത് നമ്മുടെ മനസ്സിൽ എത്തുകയോ ഇല്ലേന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ തൽബിയത്തിനെ വർദ്ധിപ്പിക്കുക. അപ്പൊ ഹജ്ജിനകത്ത് ഉംറയുടെ അകത്ത് കുറച്ച് നേരമല്ലേ തൽബിയത്തുള്ളൂ അല്ലെ? തായിഫിന്ന് അവിടെ വരെ എത്തുന്ന വരെ, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് എത്തുന്ന വരെ ഉള്ളൂ. ഹജ്ജിന് അങ്ങനെയല്ല. ഹജ്ജിന് 8-ന്റെ അന്ന് നമ്മൾ തൽബിയത്ത് തുടങ്ങി കഴിഞ്ഞാൽ 8, 9, 10 കല്ലെറിയുന്നത് വരെ തൽബിയത്തിൽ കൊണ്ടിരിക്കണം. പല വർത്താനങ്ങളും നാട്ടിൽ നടന്നതും അവിടെ നടന്നതും ഇവിടെ നടന്നതും അയാൾ പറഞ്ഞതും ഇയാൾ പറഞ്ഞതും ഒക്കെ അല്ല, അത് ഒക്കെ തൽബിയത്തായിരിക്കണം വർദ്ധിപ്പിക്കേണ്ടത്. തൽബിയത്തായിരിക്കണം നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തേണ്ടത്, നമ്മുടെ ഈമാനിനെ പ്രഖ്യാപിക്കേണ്ടത്, നമ്മുടെ അള്ളാഹുവുമായിട്ടുള്ള അടുപ്പം ഉണ്ടാക്കേണ്ടത്. ഇക്സാറു തൽബിയത്ത്, അതല്ല. ആ തൽബിയത്ത് എന്താണ്? അതിപ്പോ നമ്മൾ സുജൂദിക്ക് എടുക്കുമ്പോൾ തസ്ബീഹ് ചെല്ലേണ്ടത്, നിസ്കരിക്കുന്ന നേരത്ത് കൈ കെട്ടിയിട്ട് ഖുർആൻ ഓതേണ്ടത്, ഓരോ കാര്യങ്ങൾക്കും ഓരോ സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഹജ്ജിന്റെ സമയത്ത് ഏറ്റവും വർദ്ധിപ്പിക്കേണ്ടുന്ന അമലെന്താണ്? തൽബിയത്ത്. അത് തൽബിയത്ത്, അത് ദിക്റാണ്, അത് ശുക്റാണ്, അള്ളാഹുവിലേക്കുള്ള അടുപ്പമാണ്, അത് ഏറ്റവും നല്ല ഇബാദത്താണ്. അത് ആ സമയത്ത് വർദ്ധിപ്പിക്കണം. അത് മറന്നു പോകും. കാരണം എന്താണ്? നിങ്ങൾ പോകുന്നത് ലക്ഷക്കണക്കിന് ആളുകളെ കൂടെ തീർന്ന് അവർക്ക് ആർക്കും ഇല്ലാത്തൊരു എന്തിനെ ഇരിക്കും ഇല്ല, അവർക്ക് ആർക്കും ക്ലാസ് കിട്ടിയിട്ടില്ല, അവരാരും കാര്യം മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് അത് ഇല്ലാത്തത്. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മളായിരിക്കണം ബാക്കിയുള്ള ആളുകൾക്ക് പാഠമാകേണ്ടതും മാതൃകയാകേണ്ടതും. ആ നിലയിലുള്ള ഒരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാകണം. പിന്നെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അതൊക്കെ എന്താണ്? സുന്നത്ത് ആയ കാര്യങ്ങളാണ്. എന്നാലും ശരി, ആ സുന്നത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഓർമ്മ ഉണ്ടാകുന്നത് എപ്പോഴാണ്? അള്ളാഹുവിനെ പറ്റിയുള്ള ഭയവും ഈ തഖ്വയും ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പറയാറില്ലേ, നിങ്ങൾ ഇൽത്തിബാഅ് നടത്തണം, അതേപോലെ തന്നെ റംലി നടത്തണം എന്നൊക്കെ പറയും. ഇൽത്തിബാഅ് എന്ന് പറഞ്ഞാൽ വസ്ത്രം തോൾ ഭാഗം പുറത്ത് കാണിച്ചുകൊണ്ട് പുരുഷന്മാര് വസ്ത്രം ധരിക്കണം. അതല്ലെങ്കിൽ ആദ്യത്തെ 3 തവാഫിൽ എത്ര തിരക്കുണ്ടായാലും വെറുതെ ഒന്നും വേഗം നടക്കുന്നത് പോലെ ചെയ്യണം, റംല് എന്ന് പറയും. അതല്ലെങ്കിൽ നമ്മൾ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറയും. നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ റക്അത്തില് കുല്യായിൽ കാഫറുണ്ട്, രണ്ടാമത്തെ റക്അത്തില് ഇതെന്താണ്? ഇത് സുന്നത്ത് നിസ്സാര കാര്യമാണ്. ഇതെന്താണെന്നറിയോ? ഇത് അധികം ആളുകൾ മറന്നു. എന്താ മറക്കണതിന്റെ കാരണം? സൂക്ഷ്മത കുറവാണ്. സൂക്ഷ്മത ഉണ്ടെങ്കിൽ മാത്രമേ സുന്നത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധ്യമാവുള്ളൂ. ഇത് രണ്ടും പരസ്പരം ചേർന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇഖ്ലാസും ബിന്നിയ്യ ഇത്തിബാഉം ബിസുന്ന, ഇത് രണ്ടും കൂടി ചേർന്നൊരു കാര്യമാണ്. ഇഖ്ലാസ് ഇല്ലാത്ത ആൾ മറ്റേ മറക്കും, റംല് മറക്കും, സഅയ് മറക്കും, ദിക്ർ മറക്കും, ദുആ മറക്കും, അവിടെ ചെല്ലേണ്ടത് മറക്കും. ഹജറുൽ അസ്വദിന്റെ റുക്നുൽ യമാനിയുടെ ഇടക്ക് ഹജറുൽ അസ്വദ് കഴിഞ്ഞിട്ട് ഓർമ്മ വരുന്നത് റബ്ബനാ ആതിനാണ് പറയേണ്ടത്. വേറെ എവിടെയെങ്കിലും ആള് നടത്തൊക്കെ ഉണ്ട്, പക്ഷെ ആള് ഇവിടെ ഇല്ല. ആള് ഹജ്ജിലും ഇല്ല, ഉംറയിലും ഇല്ല, വേറെ എവിടെയോ ആണ് മനസ്സ്.
മനസ്സിലുണ്ടാകേണ്ടതാണ് തഖ്വ. തഖ്വ ഉണ്ടാകുമ്പോഴേ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരികയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ എന്ത് വേണം? ഓർമ്മ വെക്കുക. ഇതൊരു പോയിന്റായിട്ട് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഹജ്ജ് എങ്ങനെയാണ് എന്ന് ഞാൻ വിശദീകരിക്കാം, ഉംറ എങ്ങനെയാണ് എന്ന് ഞാൻ വിശദീകരിക്കാം, അതിന്റെ പാഠങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യാം. പക്ഷെ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞ് നിൽക്കേണ്ടുന്ന കാര്യങ്ങൾ, ഓരോ സന്ദർഭത്തിൽ വരുമ്പോഴും അവിടെ ഓർക്കേണ്ടുന്ന കാര്യമാണ്. അല്ലാതെ കാട്ടിക്കൂട്ടലുകൾക്ക് അർത്ഥമില്ല. ഞാൻ പറഞ്ഞില്ലേ, സംസം വെള്ളത്തിൽ കുഴച്ച തുണി ഉണക്കി വെച്ചിട്ട് അതിനെ പുറച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു വിചാരം ഉണ്ടല്ല, അതെന്താണ്? അത് നമ്മളെ പഴപ്പിച്ച വിചാരം. ഒരാൾക്കും അല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാസ, ബുദ്ധിമുട്ടി പ്രവർത്തിച്ച് പണിയെടുത്തവരല്ലാതെ നിങ്ങൾക്ക് ആർക്കും ലഭിക്കുകയില്ല. അല്ലാത്ത ഒരാളെ കുറ്റമൊന്നും പാപഭാരം നിങ്ങൾ ഏറ്റെടുക്കേണ്ടതുമില്ല. ഓരോരുത്തരുടെയും അധ്വാനം പ്രത്യേകം 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 നോക്കും. കുല്ലുക്കും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ. ഒറ്റക്കൊറ്റക്ക് ഓരോരുത്തരെ വിളിച്ചിട്ട് ഇവാലുവേഷൻ നടത്തി കൃത്യമാക്കിയിട്ട് സ്വർഗത്തിൽ കടത്തോളൂ. അല്ലാതെ കമ്മതി കണക്കൊന്നുമില്ല. ഒരാളെ ഹക്ക് കൊണ്ട് ഇയാളെ ബാനറിൽ മറ്റാളെ കൂട്ടത്തിൽ ആ ഗ്രൂപ്പിൽ വന്നവരൊക്കെ സ്വർഗത്തിൽ പോട്ടെ, അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തരെ വിളിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും അത് അഫ്ലഹ, ജയിക്കും. നമ്മൾ മൻ സക്കാഹ, ഹൃദയം ആരാണ് ശുദ്ധീകരിച്ചത് അവർ ജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, അത് വൃത്തികേടാക്കിയവരായിരുന്നു, അവര് മോശപ്പെട്ടു. അപ്പൊ ഇത് വൃത്തിയാക്കാൻ നമ്മൾ ഈ ഹജ്ജിന് പോകണമെന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. നമ്മൾ പോണതിന്റെ ഉദ്ദേശം എന്താണ്? മനസ്സൊന്ന് വൃത്തിയാക്കിയിട്ട് ശുദ്ധിയാക്കി കൊണ്ടുവരണം. എന്നിട്ട് മരിക്കണ വരെ സൂക്ഷിക്കണം. ഇപ്പൊ ഒരുപാട് കറുത്ത കുത്തുകൾ, നിങ്ങൾ ചെയ്തത് കാരണമായിട്ട് നിങ്ങളുടെ മനസ്സിൽ കുറേ കറുത്ത കുത്തുണ്ട്. വിദ്വേഷത്തിന്റെ, വൈരാഗ്യത്തിന്റെ, അസൂയയുടെ, പകയുടെ, കളവിന്റെ, ചതിയുടെ, വഞ്ചനയുടെ, മുൻകോപത്തിന്റെ, ദേഷ്യത്തിന്റെ, ദുരഹങ്കാരത്തിന്റെ പല കുത്തുണ്ട്, കുറേ കുത്തുണ്ട്. ആ കുത്തുകൾ ഇങ്ങനെ കരിമ്പൻ അടിച്ചതുപോലെ നമ്മുടെ മനസ്സിലങ്ങോട്ട് പതിഞ്ഞിട്ട് ഈ കഴിയാലും തേച്ചാലൊന്നും പോകാത്ത നിലയിലായിരിക്കണം. ഇതൊക്കെ വൃത്തിയാക്കണം. വൃത്തിയായാൽ ഹജ്ജ് മഖ്ബൂലായി. വൃത്തിയായിട്ടില്ലെങ്കിൽ, വൃത്തിയാകാത്ത അഴുക്കുള്ളൊരു സാധനം ഇസ്തിരി വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. കഴുകിയിട്ടുമില്ല, തുടച്ചിട്ടുമില്ല, വൃത്തിയാക്കിയിട്ടുമില്ല, കറയുണ്ട്, പൊടിയുണ്ട്, ചെളിയുണ്ട്, ഒക്കെ ഉണ്ട്. അത് വെള്ളത്തിലിടാണ്ട് നേരെ ഇസ്തിരി വെക്കണം വരും. എന്ന പോലത്തെ ഒരു ഇസ്തിരി വെപ്പിന് ഇപ്പം നടക്കാൻ പോകുന്നത് അധികം ആളുകൾ. നമ്മളെന്ത് വേണം? നമ്മളിത് കഴുകിയിട്ട് ഇസ്തിരി വെച്ചാൽ മാഷാ അല്ലാഹ് ഫ്രഷ് ആയിരിക്കും, നന്നായിരിക്കും. അപ്പൊ കഴുകണം. കഴുകലാണ് പ്രധാനം. ഇസ്തിരി പിന്നീട് അല്ലേ? ചില ആളുകളിൽ ഇപ്പൊ ഒരാള് സുഖമില്ലാത്ത ഒരാളെന്ന് വിചാരിക്കാം. അയാള് സുഖമില്ലാത്ത ആളെന്ന് കണ്ടാ അറിയാം എന്താണ്? തുണി കൊടുത്തിട്ടില്ല, കുപ്പായം ഇട്ടിട്ടില്ല, പക്ഷെ കൈ കെട്ടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അയാളെ പറ്റി നമ്മൾ എന്ത് പറയും? തലക്ക് സുഖമില്ല. അല്ലെങ്കിൽ ആ മനുഷ്യന് ഓർമ്മയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂ. അടിവസ്ത്രം വേണം, അതിന്റെ മുകളിൽ വസ്ത്രം വേണം, അതിന്റെ മുകളിൽ വസ്ത്രം വേണം. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്താ ടൈ കെട്ടുള്ളത്. അല്ല, ടൈ ആദ്യം കെട്ടി. നിസ്കരിക്കുകയില്ല, നോമ്പ് പിടിക്കലില്ല, സുന്നത്തായ നിസ്കാരമുണ്ട്, ഒരു കാര്യമില്ല. ഇയാള് ഇങ്ങനെ തലയെക്കെട്ട് മാത്രം കെട്ടി. അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ്റെ തൊപ്പിയുണ്ട്, അത് എടുത്തു വെച്ച്. നല്ല തൊപ്പിയല്ല, നല്ല കണ്ടു കഴിഞ്ഞാൽ ആളൊക്കെ പേടിക്കും. പക്ഷെ കുപ്പായവും ട്രൗസറും വേണ്ട അടിയിൽ, നല്ല തൊപ്പിയിട്ട് കാര്യമുള്ളൂ. അത്ര മനസ്സ് ഓർമ്മ വെച്ചാൽ മതി. അധികം വർത്താനം പറയാണ്ടിരിക്കാൻ വേണ്ടി അള്ളാഹു പലപ്പോഴും ഉദാഹരണം പറയുന്നത്. അള്ളാഹു പറയണേ കഴുത. അപ്പൊ കഴുത എന്ന് പറയുമ്പോൾ എന്താണ്? എന്തിനും കഴുത ചെയ്തത്? കഴുത ചെയ്ത കാര്യം വേറൊന്നല്ല, അവൻ ഞാൻ ഗ്രന്ഥത്തിന്റെ ആളെന്ന് പറയുകയും ഗ്രന്ഥത്തിന്റെ ഉള്ളിലുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്നും പറയാം. എന്നിട്ട് അത് ചെയ്യാതിരിക്കുക, അത് തന്നെ കഴുത. ഉദാഹരണം തന്നെയാണ്. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മളാരും നമസ്കാരം കഴിഞ്ഞിട്ട് പോകുള്ളൂ. നമസ്കാരം പുരുഷന്മാർക്ക് താഴ്ഭാഗത്തും സ്ത്രീകൾക്ക് ഇവിടെയാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമസ്കരിക്കുന്നത് നമ്മുടെ സമയം പരമാവധി നമ്മൾ ഉപയോഗിക്കും. എല്ലാവരും ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കും. എൻ്റെ ഈ ഒരു സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമസ്കാരത്തിന് പോയി വന്നിട്ട് ബാക്കിയുള്ള സെഷൻ തുടങ്ങും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശുദ്ധീകരണമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ശുദ്ധീകരണം തലമുടി വടിക്കുന്നത് തലയുടെ എന്താണ് വൃത്തികേടുകൾ നീക്കാൻ വേണ്ടിയിട്ടാണ്, അഴുക്ക് നീക്കാൻ വേണ്ടി. മുടിയും കഴിയും കുറേ യാത്രയൊക്കെ ചെയ്ത് അതും പിന്നെ അത് മുടിയും ഇതൊക്കെ തീർത്തിട്ട് റസൂലുള്ള പറഞ്ഞ ഒരു കാര്യം, ആ ദുരഹങ്കാരവും അതും വടിച്ച് വൃത്തിയാക്കി. ദുരഹങ്കാരം ഉണ്ടാവേ, മുടി വടിക്കുന്ന ആരും പറ്റില്ല. മുടി എന്ന് പറഞ്ഞ സൗന്ദര്യത്തിന്റെ അടയാളമല്ലേ.
അപ്പൊ അത് പഠിക്കുന്ന ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. ഒരു 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 കുറവ് മുടി ഇല്ലെങ്കിൽ ഒരു കുറവ് പോലെയാണ് ആൾക്ക് തോന്നുന്നത്. അതൊരു അഹങ്കാരല്ല, അഭിമാനമായി തീരുന്നത് വരെ എന്താവില്ല, നമ്മളെ അഴുക്ക് മനസ്സിലത്തെ പോല മുടിമത്തെ പോയിട്ടില്ല, മനസ്സിലത്തെ അഴുക്ക് പോയിട്ട് അതൊരു അഭിമാനമായി തീരണം. ഞാൻ എൻ്റെ റബ്ബ് തന്നത് എൻ്റെ റബ്ബിന് കൊടുത്തു, നിങ്ങൾക്ക് നിങ്ങളെന്ത് ചോദിക്കാൻ? അതിന്റെ പേരിൽ എൻ്റെ ജോലി വേണമെങ്കിൽ പോകട്ടെ, എനിക്ക് എൻ്റെ റബ്ബ് തന്ന ജോലിയല്ലേ, ആ റബ്ബ് എനിക്കാണ് നല്ല ജോലി കിട്ടില്ല എന്നൊക്കെ ഉള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഇഖ്ലാസ്. മനസ്സിൽ തട്ടിയിട്ട് പടച്ചവനെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഇബാദത്ത്. അപ്പൊ ആ ഇഖ്ലാസോട് കൂടിയിട്ടായിരിക്കണം എല്ലാ കാര്യവും ചെയ്യേണ്ടത്. തൽബിയത്ത്, അതേപോലെ തന്നെ താമസിക്കുമ്പോഴും, അതേപോലെ തന്നെ നിസ്കാരം കസറാക്കുമ്പോഴും ജമ്മാക്കുമ്പോഴും ഒക്കെ അള്ളാഹു പറഞ്ഞ കൂട്ടർ ഞാനിത് ചെയ്യണത്, റസൂൽ പറഞ്ഞ കൂട്ടർ ഞാനിങ്ങനെ ചെയ്യണം. വേറെ ആൾ എനിക്ക് പരിഗണിക്കില്ല. ഇനി അതിന്റെ നിയമം എനിക്കറിയാം. നിങ്ങൾ പറഞ്ഞിട്ട് മോനെ ഇവിടെ നിന്ന് ആരും പോകരുതിട്ടാ, ഇവിടെ ഉണ്ടാവണം എല്ലാവരും. അത് ഇവര് ആജിമാരല്ല, മൂന്നിട്ട് രണ്ടുപേര് ആജിമാരൊക്കെ ഇവിടെ ഉണ്ടാവും. നമ്മൾ ഒരുമിച്ച് നിസ്കരിക്കും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് ക്ലാസ് ഉണ്ടെന്ന സംശയങ്ങൾ തീരും. എന്ത് പ്രവൃത്തി നിങ്ങൾ ഹജ്ജിൻ്റെ അടുത്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ നിയമം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അതല്ലാണ്ട് അയാൾ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെയ്തു എന്ന് പറയാൻ പാടില്ല. അതാണ് ഇസ്ലാമിക് സെന്ററിന്റെ ഈ ഹജ്ജിൻ്റെ പ്രത്യേകത. നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല അറിവുള്ള ആളുകളിൽ ഇവിടെ ഈ സദസ്സിലുള്ളവരൊക്കെ എനിക്കറിയാം. പല ആളുകൾ എൻ്റെ കൂടെ തന്നെ മുമ്പ് ചെയ്തു, അവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കുറച്ചും കൂടി ഒരു ഗ്രേഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. അതല്ലാതെ വെറുതെ ഒരു ഹജ്ജ് ക്ലാസ് അല്ല. കുറച്ചും കൂടി മനസ്സിലാവണം, നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെ പറ്റിയിട്ട് അറിയണം. ശരിക്കും എന്നാൽ 12 ദിവസം കഴിയുമ്പോൾ പോകുന്നതല്ലേ, 13 ദിവസം നിൽക്കേണ്ടതല്ലേ, എന്താ അതിൻ്റെ കാരണം, അതിൻ്റെ നിയമം എന്താണ്, എന്തുകൊണ്ട് നമ്മളിങ്ങനെ നമ്മളോട് തന്നെ ചോദിക്കണം. ജംറാത്തിൽ എറിയുമ്പോൾ എൻ്റെ ആദ്യത്തെ ദിവസം അവിടെ എറിയാതിരുന്നത്, അല്ലെങ്കിൽ അവിടെ മാത്രം എറിഞ്ഞാൽ എന്താണ്, എൻ്റെ 3 എണ്ണത്തിന് എറിയാതിരുന്നത്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ കാര്യം എന്താണ് പ്രാർത്ഥിച്ചത്, എന്താണ് തിരിഞ്ഞു നിന്നത്, എവിടേക്ക് വിലക്ക് തിരിഞ്ഞിരുന്നത്, എറിയുന്ന നേരത്ത് ഏത് ഭാഗമാണ് ജംറയുടെ നേരെ, ഏത് ഭാഗമാണ് ഹറമിൻ്റെ നേരെ, ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഒരു അറിവോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ഉദ്ദേശിച്ച ഹജ്ജ്. അപ്പം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ, ഭക്തി ഉണ്ടാവുള്ളൂ. എല്ലാവരെക്കാട്ടും കൂടുതൽ ഞാനാണോ ചെയ്തത് എന്ന് നമുക്കൊരു ബോധം ഉണ്ടാവണം. ഉദാഹരണത്തിന് നിസ്കരിക്കാൻ എന്താ പറയുക, 5 വക്ത് നിസ്കാരം മാത്രമേ ഉള്ളൂ ഇവിടെ മിനേലി. ആ ഈ 5 വക്ത് നിസ്കാരവും ഉണ്ട്, അതെല്ലാവർക്കും അറിയാം. ബാങ്കിന്റെ നേരത്ത് മുമ്പ് ടോയ്ലറ്റിൽ പോകണം, ടോയ്ലറ്റിൽ പോയിട്ട് ഒന്നും എടുത്തിട്ട് വന്നിട്ട് ഇരിക്കണം. ഇപ്പൊ ബാങ്ക് കൊടുക്കും 12:50 എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ചില ആളുകൾ ലാസ്റ്റ് വരും, ഒക്കെ കഴിഞ്ഞു. അയാൾ വെട്ട ജമാഅത്തും കഴിഞ്ഞിട്ടുണ്ടാവും. എന്റെ ടോയ്ലറ്റിൽ ലൈൻ കയറി, എനിക്ക് ടോയ്ലറ്റിന്റെ കാര്യം കാരണോടാ പണ്ട് ജീവിതത്തിൽ ഒരു ഹജ്ജിന് ചെയ്യാൻ പോണത്. എന്നിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് നിൽക്കരുത്. ആകെ 3 ദിവസം പിന്നീട് നിൽക്കുന്നുള്ളൂ. ആ 3 ദിവസം വക്തിന് ഇമാമിന്റെ കൂടെ ബാങ്കും ഇക്കാമത്തും കൊടുക്കാനായിട്ട് അവിടെ ഇരുന്നിട്ട് നിസ്കരിക്കാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ബസ്സിൽ പോണ നേരത്തെ അതെ ഇതേപോലെ തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ പറയുന്നത് 5 മിനിറ്റ് ഉള്ളൂട്ടാ. ഈ ഒരാള് മാത്രം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാൻ ഇയാൾ ഒരു ചായയും പിടിച്ചിട്ട് വരുന്നു. ഒരു ചായ, ചൂടുള്ള ചായയുടെ ഗ്ലാസ് പിടിച്ചിട്ട് വരുന്നു. എല്ലാവരും കാത്തിക്കണേ. 50 പേര് ബസ്സിൽ ഇയാൾക്ക് വേണ്ടിയിട്ട് കാത്തിക്കണേ. എത്ര സമയം പോയി. ഈ ആളുകൾ, പല ആളുകൾ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ വരെ ഈ ആ മനുഷ്യനെ പറ്റി പറഞ്ഞു. അപ്പൊ ഇയാൾ ഇങ്ങനെ വരുന്നു. അങ്ങനത്തെ ഒരാളുണ്ടാവും എല്ലാ ഗ്രൂപ്പിലും. അത് നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാകുന്നത്. എവിടെയും കാര്യങ്ങളെ പറ്റിയിട്ട് നേരെ ചൊവ്വയെ ആലോചിച്ച് ഒരു പ്രിപ്പറേഷനോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമസ്കാര കാര്യങ്ങൾ. കൃത്യത്തിന് നമസ്കരിക്കുന്നതിന് കുറച്ച് മുമ്പ് വന്നിരിക്കുക. ഒരു 10 മിനിറ്റ് മുമ്പ്, അരമണിക്കൂർ മുമ്പ് ബാങ്ക് വിളിക്കുന്നതിന് വേറെ പണിയൊന്നുമില്ല. ഒരു പണിയില്ല, നിലയിൽ ഒരു പണിയില്ല. ആകെ പാഠം നേരത്തെ നിസ്കരിക്കൽ മാത്രമേ ഉള്ളൂ. അതിന് ഹജ്ജിന് പോയിട്ട് മിനയിൽ അങ്ങനെ നിസ്കരിക്കാൻ പറ്റുന്ന പിന്നെ ഈ ആളിന് ഹജ്ജ് നല്ലോണമൊക്കെ ഒന്ന് ഈ ബാക്കി ചെയ്യാൻ പരിശീലിച്ച് ഒരു ജീവിതയാത്ര എത്രമാത്രം മാതൃകാപരമായിരിക്കണമെന്ന പരിശീലനം ഹജ്ജിൽ കൊടുത്തിട്ടുണ്ട്. ആ പരിശീലനത്തിന് സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് നിൽക്കേണ്ട കാര്യം. അതുകൊണ്ട് ഞാൻ പറയണേ, നമ്മൾ ഇൻഷാ അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി നമ്മളുണ്ട് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എപ്പോഴൊക്കെ ഉള്ളൊക്കെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരും. അപ്പോൾ ആ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പിൻപറ്റിയിട്ട് പോകണമെങ്കിൽ നമുക്ക് 100% മാർക്ക് കിട്ടുന്ന ഹജ്ജ് ചെയ്യാൻ പറ്റും. അതല്ല പാസ് മാർക്ക് 35 മാർക്കൊക്കെ എല്ലാവർക്കും കിട്ടും, പോയവർക്കൊക്കെ കിട്ടും.
35, 36, 36 പോയവർക്ക് കിട്ടും, എല്ലാവർക്കും കിട്ടും. കാരണം ഖുയൂഫ് റഹ്മാൻ അത് പേര് എഴുതിയിട്ട് കൊണ്ടുവന്നാൽ തന്നെ. ഇനി ഗ്രേഡ് കിട്ടിയിട്ട് ടോപ്പേഴ്സ് ആവലിന് നമ്മളെ ഈ നെയ്യത്ത്. അതുകൊണ്ട് ഞാൻ ഹജ്ജ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഇവിടെ എഴുതി വെക്കാൻ കാരണം വെച്ചാൽ പലപ്പോഴും ചില ആളുകൾ ഹജ്ജിന്റെ രൂപത്തിനെ പറ്റി പറയാൻ വേണ്ടി പറയും. ഹജ്ജില് ഉംറനെക്കാട്ടും കൂടുതൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ആ റുക്കിനിന്റെ കാര്യം. റുക്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയില്ലേ ഫർള് എന്ന് പറയില്ലേ, ഫർളിനാണ് റുക്കിൻ. പക്ഷെ ആ ഈ റുക്കിൻ എന്ന് പറഞ്ഞ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഹജ്ജില്ല. അപ്പൊ പിന്നെ വാജിബും ഫർളൊക്കെ തന്നെയാണ്. പക്ഷെ വാജിബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുണ്ട്, അതിന് പെനാൽറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഹജ്ജ് സ്വീകരിക്കും. അതാണ് റുക്കിന് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഹജ്ജ് അള്ള സ്വീകരിക്കൂല. അയാൾ അടുത്ത കൊല്ലം വന്നിട്ട് ഹജ്ജ് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ ജീവിതത്തിൽ ഹജ്ജ് ചെയ്ത് തീർക്കുന്ന നിർബന്ധമാണ്. കാരണം അയാൾ ഹിറാം കെട്ടിയിട്ടാണ് അവിടം വരെ വന്നത്. ഇത് 4. അപ്പൊ ഈ റുക്കിനിൽ പെട്ട 4 കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഉംറയുടെ റുക്കൻ എന്തൊക്കെയാണ്? ഇഹ്റാം ചെയ്യുക, പിന്നെ തവാഫ് ചെയ്യുക, സഅയ്. ഇത് 3ആണ് എന്തിലുള്ളത്? ഉംറയുടെ. അത് മാത്രമേ എഴുതിയത്, എന്നിട്ട് നമുക്ക് നിസ്കരിക്കാം, കുഴപ്പമില്ല. അപ്പൊ പിന്നെ എന്റെ ഹജ്ജിന്റെ ഒരു കാര്യം മാത്രമേ കൂടുതലുള്ളൂ. അതെന്താണ്? ഹജ്ജിന്റെ ഒരു കാര്യം മാത്രമേ കൂടുതലുള്ളൂ, അറഫ. അറഫ മാത്രമാണ് ഹജ്ജില് ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യം. അത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അപ്പൊ ഹജ്ജാണ് ഇതില് ഏറ്റവും നിർബന്ധമായ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ബാക്കിയുള്ളത് തന്നെ എന്താണ്? ഇഹ്റാം ചെയ്യാം. പിന്നെ ഉംറയ്ക്കുള്ളത് തന്നെ തവാഫ് ചെയ്യാം, സഅയ് ചെയ്യാം. ഇത്രയും മാത്രം ഒരാൾ ചെയ്താലും അയാൾക്ക് എന്ത് കിട്ടി? ഈ ഞാൻ പറഞ്ഞില്ലേ 35% കിട്ടി, പാസ്സായി. ഹജ്ജ് കിട്ടിയ അയാൾക്ക് ഇത്ര കിട്ടിയിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടിയില്ല. നേരെ ഇഹ്റാം ചെയ്തിട്ടുണ്ടായിരുന്ന ആള് ഹെലികോപ്റ്ററിലെ ഫ്ലൈറ്റിൽ അറഫയിൽ വന്നിറങ്ങി. അറഫയിൽ മഗ്‌രിബ് വരെ നിന്ന് ജസ്റ്റ് ഹറമിൽ പോയി തവാഫ് ചെയ്ത് സഅയ് ചെയ്ത് തിരിച്ചു പോയി. ഇന്ന് വിചാരിക്കും അങ്ങനെ ഒരാളുണ്ടാവില്ല. അങ്ങനെ ഒരാൾ ചെയ്താലും അയാൾക്ക് എന്ത് കിട്ടി? ഹജ്ജ് കിട്ടി. എന്നാൽ ബേസിക്കായ ആ കാര്യം പോലും കിട്ടിയിട്ടില്ല. അതിലെന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അയാൾ അടുത്ത കൊല്ലം വന്നിട്ട് ചെയ്യണം. എന്നാൽ നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാജിബായ കാര്യങ്ങളെ പറ്റിയാണ്. നമസ്കാരത്തിന്റെ റുക്കനും വാജിബും ഒക്കെ നിങ്ങൾക്ക് അറിയില്ലേ? സുന്നത്തൊക്കെ ഇൻഷാ അല്ലാഹ് യാത്രേന്റെ സൗകര്യം നമ്മൾ പഠിക്കുകയും ചെയ്യും. നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാത്ത ഒരാൾ വേറെ ആൾ ഫാത്തിഹ ഓതി ബഖറ ഓതിയിട്ടൊന്നും കാര്യമില്ല, അല്ലേ? അപ്പൊ അത് നിർബന്ധമാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. സൂറത്തുൽ ഫാത്തിഹ ഓതാത്ത ആൾക്ക് നിസ്കാരം ഇല്ല, അത് നിർബന്ധമാണ്. അതിന് യാതൊരു റെമഡിയും ഇല്ല, അത് ഓത് തന്നെ വേണം. എന്ന പോലത്തെ കാര്യമാണ് ഈ 4 കാര്യങ്ങൾ. ഇത് നേരിന്റെ റുക്കിന് എന്ന് പറയുന്നത്. ഇത് ഇല്ലെങ്കിൽ ഹജ്ജില്ല. പല ആളുകളും അറഫ പോകില്ല. നാട്ടിൽ നിന്ന് വന്ന ആളുകൾ, പണ്ടൊക്കെ ഒറ്റക്ക് ഗവൺമെന്റിലൊക്കെ വന്നിട്ടുള്ള ആളുകൾ അറഫ വരെ പോകേണ്ട നേരത്തെ മക്കയിലൊക്കെ നല്ല സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനോ പോകാനൊക്കെ സുഖമില്ല, ഒരു തിരക്കില്ല. ഇപ്പൊ പോയാൽ ഹജറുൽ അസ്വദിന് ചുംബിക്കാന്ന് വാക്കിന് പോകും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹജ്ജൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ അറഫയിൽ പോയില്ലേ? ഇല്ല. മീനാൽക്ക് പോയാൽ മുസ്ദലിഫിലേക്ക് എങ്ങനെ വലിയ പോകുക അള്ളാഹു അതൊന്നും അറിഞ്ഞൂടാ. മുസ്ദലിഫിൽ അറിഞ്ഞോന്ന് തന്നെ അറിഞ്ഞൂടാ. ഇത് മുസ്ദലിഫ് അറിഞ്ഞോന്ന് തന്നെ അറിഞ്ഞൂടാ. അങ്ങനത്തെ ആളുകളില്ലേ നാട്ടിൽ നിന്ന്. അതുകൊണ്ടാണ് അവർക്കൊക്കെ ഒന്നും കൂടി ഒന്ന് ഹജ്ജ് ചെയ്യുന്നത് പിന്നെ തോന്നുന്നതിന്റെ കാരണം. അത് ഒന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ അക്കൂട്ടത്തിൽ ഇതിലേതെങ്കിലും നഷ്ടപ്പെട്ടത് എങ്കിൽ അയാൾക്ക് അടുത്ത കൊല്ലം വന്ന് ഹജ്ജ് ചെയ്യണം എന്നാണ്. അപ്പൊ അതിനെ എന്താ പറയാ? റുക്കിന്. ഹജ്ജിന്റെ റുക്കിന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പൊ പില്ലർ എന്ന് പറയാൻ മതി. പില്ലർ 2 പില്ലർ, ഒരു പില്ലർ പോയി കഴിഞ്ഞാൽ ഈ ഭാഗങ്ങൾ താഴ്ത്തി പോകും. നമസ്കാരത്തിനുണ്ട് റുക്കിന്, എല്ലാത്തിനും റുക്കിനുണ്ട്. ഹജ്ജിന്റെ റുക്കിന് ഈ പറഞ്ഞത് നിർബന്ധമാണ്. അത് കഴിഞ്ഞാൽ ഹജ്ജ് സ്വീകരിക്കൽ നിർബന്ധമായ മറ്റ് 7 കാര്യങ്ങളുണ്ട്. ഈ 7 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്തില്ല എന്ന് വിചാരിക്കാം, എന്നാലും ഹജ്ജ് സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ്? അതിന് പകരം പെനാൽറ്റി കൊടുക്കണം. പെനാൽറ്റിക്ക് നമ്മൾ അറബിയിൽ പറയുന്ന വാക്കുള്ളത് ഫിദിയ. എന്തെങ്കിലും ഒന്ന് പകരം. അപ്പൊ എന്തെങ്കിലും ഒന്നല്ല, അത് എന്നെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയാണ് ഈ വാജിബായ കാര്യങ്ങൾ? അത് നമുക്ക് പഠിക്കാം. ആർക്കറിയാം? നിങ്ങൾ പറഞ്ഞോ വാജിബ്.
നിങ്ങൾക്ക് ഹജ്ജിന്റെ ബുക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല ഇപ്പൊ. ഓ മിനയിൽ താമസിക്കുക, മിനയിൽ താമസിക്കുക, മിനയിൽ രാത്രി താമസിക്കുക. രാത്രി താമസം, മിനയിൽ രാത്രി താമസിക്കണം. അപ്പൊ ചില ആൾ അസിസിയെ പോയിട്ട് റൂം എടുത്തിട്ട് നിന്നിട്ട് രാത്രി സമയത്ത് മിനയിലേക്ക് കൊണ്ടുവരും. കണ്ടിട്ടില്ലേ ചില ഗ്രൂപ്പുകൾ അങ്ങനെ കൊണ്ടുവരും. അപ്പൊ കാരണം എന്താണ്, മിനയിൽ അവിടെയാണ് പാർക്കേണ്ടത്, അല്ലാണ്ട് അസിസിയിലല്ല പാർക്കേണ്ടത്, മിനയിലാണ് പാർക്കേണ്ടത്. പക്ഷെ എന്തോ കഷ്ടകാലം കൊണ്ട് അവർക്ക് വേണ്ട ഇതിനുള്ള പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയില്ല, പ്രോപ്പർ ഹജ്ജ് കിട്ടിയില്ല. അപ്പം അസിസിയിൽ റൂം എടുത്ത് രാത്രി സമയത്ത് താമസിക്കാൻ വേണ്ടി മിനയുടെ റോട്ടിൽ കൊണ്ടുവന്ന് നിർത്തും. അപ്പൊ പോലീസുകാരാണ് അങ്ങോട്ടോ ഇവിടെ കൂടെ കൂട്ടിയില്ല, ഇങ്ങോട്ട് പോ അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ കിട്ടൂല. രാത്രി പാർത്ത് ഉറങ്ങണം. അവിടെ രാത്രി പാർക്കാൻ പോകാന്ന് പറഞ്ഞാൽ ഉറങ്ങാന്നല്ലേ, ഉറക്കം കിട്ടണ്ടേ ഇവർക്ക്, കിട്ടോ? കുറച്ച് നേരം നിർത്തും. അങ്ങനെ ഫുഖാക്കൾ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി നേരം ആരും മതി. അപ്പൊ കുറച്ച് നേരം നിർത്തിയിട്ട് താറാവിനെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് മേയിച്ച് പിന്നെ തിരിച്ചു കൊണ്ടുവരും. അതൊന്നും രാത്രി താമസമാകൂല. ഓക്കെ, എന്തായിരുന്നാലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞാണ്. ഇതൊരു കാര്യമാണ്. ആര് പറഞ്ഞത്? പേര് പറഞ്ഞത് പറഞ്ഞതാണ്. ഓക്കെ, ഇനി വേറെ ആർക്കറിയാം ഏതെങ്കിലും ഒരു വാജിബ് പറഞ്ഞ ഒരാള് അറിഞ്ഞോ? കല്ലെറിയ, ജംറയിൽ കല്ലെറിയുക, ജംറയിൽ കല്ലെറിയുക. അപ്പൊ കല്ലേറ എല്ലാ ദിവസവും ഉണ്ട് കേട്ടാ. ജംറയിൽ കല്ലെറിയുക. അപ്പൊ ജംറ എന്താണ്, കല്ലേറ എന്താണ്, അത് ഞാൻ പിന്നീട് വിശദീകരിച്ചത്. ജംറ ഉദ്ദേശം എന്താണ്? ജംറയിൽ കല്ലെറിയ ഒരു ഹജ്ജിന്റെ ഒരു വാജിബിലുള്ള കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത് ഓർഡർ നിങ്ങൾ പറഞ്ഞത് താഴത്തേന്ന് പറഞ്ഞു, അതുകൊണ്ട് താഴെ പോയത്. മുസ്ദലിഫയിൽ രാത്രി താമസിക്കുക. മാഷാ അല്ലാഹ്, മുസ്ദലിഫയിൽ രാത്രി താമസിക്കുക. അത് ഈ പറഞ്ഞ പോലെ തന്നെ മുസ്ദലിഫാണ് അള്ളാഹു മീനയാണെന്ന് പറഞ്ഞൂടാ. എവിടെ കണ്ടിട്ട് രാത്രി വണ്ടി കൊണ്ടുവന്ന് നിർത്തി അവിടെ കിടന്ന് നേരെ വെളുക്കുന്നതിന് ഇവിടെ അവിടെ നിന്ന് പോകാനും പറഞ്ഞു. അപ്പോൾ വണ്ടിയിൽ നിർത്തി. ഇതിന് നാട്ടിൽ നിന്ന് വരുന്ന അധികം ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് മുസ്ദലിഫയിലെ ബോർഡറിൽ നിന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് നേരം വെളുത്ത് സൂര്യൻ ഉദിക്കുന്ന വരെ അവിടെ നിൽക്കണം. ആണ് അതിന്റെ പെർഫെക്ഷൻ. ഓക്കെ, ഇല്ല അവിടെ കല്ലിന്റെ ഇടപാടൊന്നുമില്ല. കല്ല് കണ്ടായിട്ട് പോകരുത് കേട്ടോ, കുഴപ്പമില്ല. അത് അവിടെ നിന്ന് എടുക്കണം. എവിടെ ഒരു നിർബന്ധമില്ല, എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, യെസ്, കറക്റ്റ്, മാഷാ അല്ലാഹ്. അതാണ് ഒന്നാമത്തെ കാര്യം. എന്താണ്? ഇഹ്റാം ചെയ്യുന്നത് എവിടുന്നായിരിക്കണം? മീഖാത്തിൽ നിന്നായിരിക്കണം. ഇഹ്റാം ചെയ്യുന്ന സ്ഥലം മീഖാത്തായിരിക്കണം. അപ്പൊ ചില ആളുകളുണ്ട് അങ്ങനെ അതൊന്നും അറിഞ്ഞൂടാ. അവര് നേരെ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്ത് പോകും. ഫ്ലൈറ്റിൽ വെച്ചിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്ത് എന്ന് പറയാൻ മറക്കും, അറിയില്ല, ഓർമ്മ ഉണ്ടാവില്ല, ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ എന്താവും, ഉംറൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരും. അപ്പൊ എന്താണ് അതിന്റെ രീതി? ഇഹ്റാം തിരിച്ചു ചെയ്തിട്ട് ചില ആള് ജിദ്ദയിൽ പോയിട്ട് ഇഹ്റാം ചെയ്യും. ജിദ്ദ ഇഹ്റാം മീഖാത്തല്ല, അത് ജിദ്ദക്കാർക്കുള്ളതാണ്, നമുക്കുള്ളതല്ല. കമ്പനി പോണ്, ജോലിക്ക് പോണ് ഒക്കെ ചെന്നിട്ട് ജിദ്ദയിൽ നിന്ന് ഇഹ്റാം ചെയ്തിട്ട് നേരെ ഉംറക്ക് വച്ചിട്ട് പോകണം. സുബ്ഹാനല്ലാഹ്, അതൊന്നും അറിഞ്ഞൂടാ. നിയമം ഉണ്ടെന്നാണ്. നിയമം നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. മീഖാത്തിൽ നിന്നായിരിക്കണം ഇഹ്റാം ചെയ്യേണ്ടത്. മീഖാത്തല്ലാത്ത സ്ഥലത്ത് നിന്ന് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആടിനെ അർത്ഥം കൊടുത്താലേ എന്താവുള്ളൂ, ആ കർമ്മം സ്വീകരിക്കുള്ളൂ. ഒരു ആടിനെ അർത്ഥം കൊടുക്കണം. മനസ്സിലായില്ലേ? മീഖാത്ത് എവിടെയൊക്കെയാണ് മീഖാത്ത്? നമ്മുടെ മീഖാത്ത് തായിഫില് അല്ലേ, സയ്യിദുൽ കബീർ എന്ന് പറയും. ഇനി അതെല്ലാം മദീനയിൽ നിന്ന് വരുമ്പോ ദുൽഹുലൈഫ അതല്ലെങ്കിൽ അബിയാർ അലി എന്ന് പറയും. അതേപോലെ തന്നെ ഇറാനിൽ നിന്ന് വരുമ്പോൾ ഇർക്ക് എന്ന് പറയും. അത് ചെറിയ ഭാഗത്ത് നിന്ന് വരുമ്പോൾ റാബിഗ് എന്ന് പറയും. ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ യലംലം എന്ന് പറയും. അങ്ങനെ ഒരു സ്ഥലങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതൊക്കെ വെറും സ്ഥലങ്ങളാണ്. അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലം മരുഭൂമികാര്. പള്ളി ഉണ്ടായ, പൈപ്പ് ഉണ്ടായിരുന്ന, ടോയ്ലറ്റ് ഉണ്ടായിരുന്ന. ചില ആളുകൾ ഈ മീഖാത്തിൽ പോയിട്ട് അവിടെ ചെന്ന് ഷേവിംഗ് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എല്ലാ പണി ചെയ്യും. അവിടെ നിന്ന് ചെയ്യൽ കൂലില്ല. അവിടെ കാലത്ത് പള്ളി പോയിട്ടുണ്ടായില്ല. റസൂലത അവിടെ ഒട്ടകത്തിന്റെ മുകളിൽ ചെന്നിട്ടില്ല. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ ഖലാസ്, ഒട്ടകത്തിന്റെ മുകളിൽ എന്ന പോലെ വണ്ടിയുടെ മുകളിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, തെറ്റിയെത്തി അറിയാം.
ഇഹ്റാമിൽ പ്രവേശിക്കാം. അതിന് 2 റക്അത്ത് സുന്നത്ത് അവിടുന്ന് നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വണ്ടി തിരിച്ചു വിട്ടു. അവിടുത്തെ 2 റക്അത്ത് നിസ്കരിച്ചു. പള്ളി ഉണ്ടായിരുന്നില്ല അവിടെ, ഫർളുമില്ല സുന്നത്തുമില്ലൊന്നുമില്ല. ആ ഭാഗത്തുനിന്ന്, ആ ഭൂമിയിൽ നിന്നായിരിക്കണം തൽബിയത്ത് ചൊല്ലിയിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. അതെന്താണ്? അത് വാജിബ്. അഥവാ ചെയ്തിട്ടില്ലെങ്കിൽ ബലിയർത്ത് കൊടുക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ് പിന്നെ വിശദീകരിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും പറഞ്ഞു. ഇനി എന്താണ് ആർക്കൊക്കെ അറിയണവർ പറയേ, നല്ല ഒരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പൊ മുടിയെടുക്കണം. മാഷാ അല്ലാഹ്. മുടിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല്, പഠിക്കണം വരെ തലയിൽ പുണ്ണ കൊള്ള ആളുകളുണ്ടാവും. കത്തി വെച്ച് കഴിഞ്ഞാല് ആകപ്പാടെ ചനത്തിയ പോലെ. അപ്പൊ അതുകൊണ്ട് അവരെ എടുക്കണം. ബാക്കി തല കുഴപ്പമില്ലാത്ത ആളുകളുണ്ടല്ലോ, നല്ല വൃത്തിമെടുപ്പുള്ളത്, അത് പഠിക്കണം. അത് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ഇപ്പൊ പറയണം. അത് ഇനിയിപ്പോ ആ നേരത്ത് ഒക്കെ പഠിക്കാണ്ട് ചില ആള് ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് വരും. 10 രൂപ കൊടുത്തിട്ട് അങ്ങനെ അല്ലാണ്ട് ഹജ്ജിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂലി വേണമെങ്കിൽ കാര്യം പറഞ്ഞു. പ്രാർത്ഥിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പ്രാർത്ഥിച്ച് ആർക്ക്? മുടി വെട്ടിച്ചവർക്ക് വേണ്ടിയിട്ട്. മുടി എടുത്തവർക്ക് 1 പ്രാവശ്യം അവർ നിർബന്ധിച്ചപ്പോൾ പറയണം. ഓക്കെ, അപ്പൊ ഇനി എന്താണുള്ളത്? 7 എണ്ണം ഉണ്ട് വാജിബ്, നിർബന്ധങ്ങൾ. അത് പറഞ്ഞില്ലേ നമ്മള്? ജംറയിൽ കല്ലെറിയുക, ബലിയറുക്കുക. അതെല്ലാവർക്കും ഇല്ല ബലിയറക്കലിട്ടാ. അതാർക്കാണ്? നമുക്ക് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട് ബലിയറക്കുക. അത് ആരിനെ അല്ലെങ്കിൽ മുത്തമത്തിയോ അവർക്കാണ് ബലിയറക്കലില്ല. അവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ബലിയറക്കൽ കൂട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ കാര്യം എന്ന് പറഞ്ഞാൽ ഹജ്ജും ഉംറയും കൂടി ചെയ്യുന്ന ആള് വീട് വാങ്ങല് ലാസ്റ്റ് അല്ലേ? അത് വീട് വാങ്ങുന്ന സമയത്ത് തവാഫ് ചെയ്യണം. അത് എന്തിനേ ഉള്ളൂ? ഹജ്ജിന് മാത്രമേ ഉള്ളൂ, ഉംറയിലില്ല കേട്ടാ. പല ആളുകളും അറിയാണ്ട് ഉംറയിലും തവാഫുൽ വിദാ എന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കും. അത് ഉംറയ്ക്കില്ല, അത് ഹജ്ജിന് മാത്രമേ ഉള്ളൂ. ഹജ്ജിനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് വേണം? തഹല്ലുലാവൂല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ ബലിയർത്ത് അവിടെ മക്കയിലുള്ള പാവങ്ങൾക്ക് കൊടുത്ത് അവർ തിന്നു കഴിഞ്ഞിട്ട് എന്താവാൻ പാടുള്ളൂ? ഡ്രസ്സ് മാറാൻ പാടുള്ളൂ. അല്ല, തഹല്ലുൽ പൂർത്തിയാകുള്ളൂ. അയാൾക്ക് കുടുംബമായിട്ടോ ബന്ധം പെടാൻ പാടില്ല. ഒരു ഇഹ്റാമിൽ പ്രവേശിച്ച ആൾക്ക് എന്തൊക്കെ നിഷിദ്ധാവും അതൊക്കെ നിഷിദ്ധാവും. ഓർമ്മ വന്നാലും ഓർമ്മയിലാണ്ട് ഇപ്പോൾ ആൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടറിയാവൂ, ഞാൻ തവാഫുൽ വിദാ ചെയ്യാൻ പറ്റില്ല, ബസ്സുകാർ വിളിച്ചപ്പോൾ അങ്ങനെ കയറിപ്പോകും. അപ്പോൾ അയാൾ എന്ത് വേണം? അവിടെ ഫിദിയ കൊടുക്കണം. ഓക്കെ, ഇനി എന്താണ്? പറ 3, 6, 7 ആയിട്ടുണ്ട്. പക്ഷെ ഇത് അതിലിപ്പോ ഇടാത്തൊരു കാര്യമാണ്. ഇത് ബലിയറക്കുക എന്ന് പറയുന്നത്. ബലിയറക്കല് അത് ഇല്ലാണ്ടും ഹജ്ജ് മാത്രം ചെയ്യുന്ന ആൾക്ക് ഹജ്ജ് പൂർത്തിയാവും. ഹജ്ജ് മാത്രം ചെയ്യുന്ന ആൾക്ക് നമുക്ക് ഹജ്ജും ഉംറയും ഹജ്ജ് മാസത്തിൽ ചെയ്യാനുള്ള ഒരു സൗജന്യം അള്ളാഹു ഏർപ്പെടുത്തി തന്നത് കൊണ്ടുള്ള ഒരു സന്തോഷമാണ് ഹദിയ എന്ന് പറയുന്നത്. ബലി അത് പണ്ടുണ്ടായിരുന്നില്ല. പണ്ട് ഹജ്ജ് മാസത്തിൽ ഹജ്ജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉംറയ്ക്ക് വേണ്ടിയിട്ട് 1 മാസം നിശ്ചയിച്ചു. ഏതാ മാസം? റജബിൽ വന്നിട്ട് ഉംറ ചെയ്യുക. അതിന് റജബ് മാസം ഈ പുണ്യമാസങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഹറാമായ മാസങ്ങളുടെ കൂട്ടത്തിൽ അല്ലേ? റജബ് എന്താ കാര്യം? ഉംറ ചെയ്യാൻ വേണ്ടി വരാൻ വേണ്ടി ഹാജിമാർ. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് റസൂലുള്ളാഹിയുടെ ശരീഅത്ത് പ്രകാരം എല്ലാ മാസവും നമുക്ക് ഉംറ ചെയ്യാം, എല്ലാ ദിവസവും ഉംറ ചെയ്യാം. ഒരു ടൈം ലിമിറ്റും ഇല്ല ഉംറക്ക്. ഇപ്പൊ അപ്പൊ ഗവൺമെന്റ് പെർമിഷൻ അല്ല പറഞ്ഞത്, ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഏത് സമയത്തും ഉംറ ചെയ്യാനുള്ള അനുമതി പ്രവാചകന്റെ ശരീഅത്തിനുണ്ട്. മനസ്സിലായില്ലേ? പണ്ടതുണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി എന്താണ് ഇതിൽ വിട്ടുപോയത്? നിങ്ങൾ പറയണം. നിങ്ങൾ പഠിച്ചിട്ട് വന്ന ആളല്ലേ, നിങ്ങൾ പഠിച്ച് ബുക്കൊക്കെ എടുക്കും. ബുക്ക് എടുത്തിട്ട് നോക്ക്, പരിശോധിച്ചു. അതിനെ വിട്ടുപോയത്
ഹജ്ജ് ചെയ്ത ആളുകളുണ്ടാവൂടെ മെഹ്റാമിൽ നിന്ന് മെഹ്റാം ചെയ്യേണ്ടത് നീക്കാത്തിൽ നിന്ന് പിന്നെ കഴിഞ്ഞിട്ട് വാജിബായ കാര്യമാണ്. കഴിഞ്ഞ ഓ ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അറഫയിൽ മഗ്‌രിബ് വരെയെങ്കിലും നിൽക്കണം. അറഫയിൽ നിൽക്കല് റുക്കനാണ് അല്ലേ? പക്ഷെ അറഫയിൽ മഗ്‌രിബ് വരെ ഒരാൾക്ക് നിൽക്കാൻ പറ്റിയില്ല. 4 മണിക്ക് വന്ന് ആൾക്ക് ഹാർട്ട് അറ്റാക്കായി. അപ്പൊ തന്നെ ആംബുലൻസ് വന്നിട്ട് നേരെ ആശുപത്രി കൊണ്ടുപോയി. എങ്കിൽ അയാൾ എന്ത് വേണം? ബേബി ഇറക്കി കൊടുക്കണം. 5:45 6 മണിക്ക് മഗ്‌രിബ്, 5:45 അയാൾ അറഫയുടെ ബോർഡർ ആള് വണ്ടി വിട്ട് പോയി. ആള് ബലി ഇറക്കി കൊടുക്കണം. ചില ആള് പറഞ്ഞ് നമുക്ക് വേഗം പോയാലേ ട്രെയിൻ കിട്ടുള്ളൂ, ഇവരൊക്കെ നിൽക്കട്ടെ, മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടില്ല, വണ്ടി വിട്ടു. ആളന്ന് കൂട്ടായിട്ട് പോകണ കാണാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, കൂട്ടമായിട്ട് ഇങ്ങനെ പോകണം. അറഫയുടെ മഗ്‌രിബിന്റെ നേരമായിട്ടില്ല, പക്ഷെ ആളുകൾ ഇങ്ങനെ ജാഥയായിട്ട് പോകണ്ടാവും. പക്ഷെ പേടിക്കേണ്ട, അവർ ബോർഡർ വിട്ട് കിടന്നാൽ ട്രെയിൻ പോയാൽ പോയി, ട്രെയിൻ പോവുകയില്ല അവിടെ. പക്ഷെ ചില ആളുകൾ നടന്നു പോകും. ചില ആളുകൾക്ക് എവിടെ ചെന്നാലും വേഗം പോകണം, എന്ത് ചെയ്താലും വേഗം ചെയ്യണം. ആകപ്പാട് ജീവിതത്തിന്റെ റാഹത്തായിട്ട് ഭാഗത്തിന് അറഫയെ പോലും നിൽക്കാൻ കഴിയില്ല, ഓടുന്ന അവിടുന്ന്. മുസ്ദലിഫ ചെന്നാൽ അവിടുന്ന് ഓടും, മീനെ ചെന്നാൽ അവിടുന്ന് ഓടും, പിന്നെ അറബിയിൽ തവാഫ് ചെയ്താൽ അവിടുന്ന് ഓടും. എല്ലായിടത്തും ചെന്ന് ഓട്ടപ്പാച്ചിൽ മാത്രം ഉണ്ടാവുള്ളൂ, വേറെ എന്തുണ്ടാവില്ല, ഒരു ഹുദൂ ഉണ്ടാവില്ല, തുമൈലിയത്ത് ഉണ്ടാവില്ല. റസൂൽ എല്ലാവരും പറയും ഹുദു ഓർഡറിലെ ഓർത്തിക്കേണ്ട, പതുക്കെ പോയാൽ മതി. എല്ലാവരും ഇങ്ങനെ ഒരു ഒഴുക്ക് പോലെ, ഒരു തുള്ളി വെള്ളം വേറൊരു തുള്ളി വെള്ളത്തിന് അതിജയിക്കാണ്ട് പോണേനാണ് ഒഴുക്ക് എന്ന് പറയാം. പിന്നീടുള്ള സാധനം പിന്നീട് കൂടെ തന്നെ വരിക. ഒരാള് ഓടേണ്ട ആവശ്യമില്ല, ഒരാളെ കവച്ചു വെക്കേണ്ട ആവശ്യമില്ല, ഒരാൾ തട്ടി മാറ്റേണ്ട ആവശ്യമില്ല, തള്ളി മാറ്റേണ്ട ആവശ്യമില്ല, തിക്കും തിരക്ക് ആവശ്യമില്ല. വളരെ ശാന്തമായിട്ട് പോകാം. അതാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഹജ്ജിൽ എന്തില്ല, അറഫയിൽ എന്ത് വേണം? അറഫയിൽ മഗ്‌രിബ് വരെ, അറഫയിൽ മഗ്‌രിബ് വരെ. എന്നാൽ മുഴുവൻ മാർക്ക് കിട്ടുന്നവർ എത്ര നിൽക്കണം? മഗ്‌രിബ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നിന്ന്, സൂര്യാസ്തമയം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ പാടുള്ളൂ. സൂര്യാസ്തമയത്തിനും പോകാൻ പാടുള്ളൂ. സൂര്യാസ്തമയം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കുറച്ചധികം നേരം നിന്ന് ട്രെയിൻ കിട്ടണമെങ്കിൽ 7 മണി 8 മണി 9 മണി 10 മണിയായി, കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇനി മുസ്ദലിഫയ്ക്കാണ് എത്തേണ്ടത്. മുസ്ദലിഫയിൽ എന്നിട്ട് രാത്രി താമസിച്ചാൽ മതി, നേരം വെക്കണവരോട് ഉണ്ടായിരുന്നാൽ മതി. അപ്പൊ അവിടേക്ക് എത്താൻ ഒത്തിരി നേരം പോയി എന്ന് വെച്ചിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ കാര്യങ്ങൾ 7 കാര്യം ഇവിടെ ഉണ്ട്. അതിൽ ബലിയർക്കലുണ്ടായിരുന്നില്ല. ബലിയർക്കൽ ഹജ്ജ് മാത്രം ചെയ്യുന്ന ആൾക്കില്ല, ഹജ്ജും ഉംറയും ചെയ്യുന്ന ഒരു ആൾക്കുള്ളതുകൊണ്ട് അക്കാര്യത്തിന് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൂട്ടി. അപ്പൊ ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഫർള് എന്താണ്, റുക്കൻ എന്താണ്, ഫർള് എന്താണെന്ന് മനസ്സിലായി. ഇനി സുന്നത്തായ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. സുന്നത്തായ കാര്യങ്ങൾ വാസ്തവത്തിൽ മബ്റൂറായ ഒരു ഹജ്ജാക്കി തീർക്കുന്നത്. ബിർ എന്ന് പറയുന്നത് അർത്ഥം ബർ എന്താണ്? കര. ബിർ നന്മ അല്ലെ, നന്മകൾ, പുണ്യം അല്ലെ. ബുർ എന്ന് പറഞ്ഞാലോ കടലില്ലാത്ത കര. അപ്പൊ മബ്റൂർ എന്ന് പറഞ്ഞാൽ പുണ്യം നിറഞ്ഞ ഒരു ഹജ്ജ്. പുണ്യം നിറഞ്ഞെന്ന് പറയുന്നത് ഈ പുണ്യത്തിന് ഇങ്ങനെ നിറയാൻ അവസരം കിട്ടണമെങ്കിലേ പുണ്യം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. കാര്യം സ്ഥലം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ മറ്റാൾ കയറും. ആര് കയറും? പാപം കയറും. പാപം എന്ന് പറഞ്ഞാൽ മുബാഹായിരിക്കാൻ കാര്യമായിരിക്കാം. മുബാഹ് ന്യൂസ് കേൾക്കുന്നത് നല്ലതല്ലേ, അതിന് കുഴപ്പമില്ല. ന്യൂസ് കേൾക്കുന്നുണ്ട്. വാട്സപ്പിൽ ഇപ്പൊ എന്താ നടക്കണേ ഇന്ത്യയിൽ? ഇപ്പൊ പിണറായി എവിടുന്ന് പോയേക്കണേ, ഇപ്പൊ മറ്റാള് എവിടെയാണ്, എന്താണ് യുദ്ധത്തിന്റെ സ്ഥിതി, എന്താണ് പാകിസ്ഥാനിൽ, എന്താണ് അവസ്ഥ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണത് മുബാഹായ കാര്യമാണ്. പക്ഷെ അതുമ്പോ കൂടെ കയറി കഴിഞ്ഞാൽ അടുത്ത ആള് വരും, ഇബ്ലീസ് അല്ലേ. രണ്ടാമത്തെ ഒരാൾ വരണ്ട്, അയാൾ വന്നു കഴിഞ്ഞാൽ അയാൾ കയറും, പിന്നെയും കയറും, പിന്നെയും കയറും. അങ്ങനെ കയറി നമ്മളെ സമയം 1 മണിക്കൂർ ചിലപ്പോൾ അത് പോകും, 2 മണിക്കൂറോ 3 മണിക്കൂറോ. അപ്പൊ പുണ്യകരമായ ഹജ്ജ് എന്നുള്ളത് പോയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ആ സാധനത്തിന് അവിടെ ഓഫാക്കി തന്നെ വെക്കാം. മനസ്സിലായില്ലേ? പകരം എന്ത് ചെയ്യാ? ധാരാളം ഖുർആൻ വായിക്കാം, ധാരാളം ദിക്റില്ല, ധാരാളം സലാത്തില്ല, ധാരാളം ദുആ ചെയ്യാം, ധാരാളം അറിവ് പഠിക്കുക.
പുണ്യകരമായിട്ട് എന്തൊക്കെ കാര്യമുണ്ട് അത് ആ ലിസ്റ്റ് മാത്രം എടുക്കാം. ഫുൾ ടൈം എത്ര ദിവസം ഉണ്ട് ഇവിടുന്ന് പോകുന്ന സമയം തൊട്ട് തിരിച്ചെത്തുന്ന 8 ദിവസവും പുണ്യം മാത്രം ചെയ്യുക. ബാക്കിയുള്ള കാര്യം അനുവദിച്ചത് പോലും സൂക്ഷിച്ചോക്കണം. അനുവദിച്ചതിന്റെ മുകളിൽ കൂടി ഈ പുണ്യം കയറി വരാം. അല്ലേ? ഒരു ഉറുമ്പ് ഒരു തേനിൽ വീഴുന്ന കാര്യം നമ്മൾ പറയാറുണ്ട് പലപ്പോഴും. ഒരു ഉറുമ്പ് തേനിലേക്ക് ഇങ്ങനെ പുറത്ത് നിന്നിട്ട് തേൻ കുടിക്കാം. പക്ഷെ ഒരു ഉറുമ്പ് വിചാരിക്കും ഞാൻ അകത്തേക്ക് കയറിയിട്ട് ഒരു തുള്ളി കുടിക്കുന്നു പറഞ്ഞാൽ അകത്തേക്ക് എന്ന് ഉറുമ്പ് കാലെടുത്ത് വെച്ചോ അത് ഒടുക്കത്തെ വെക്കലെന്ന് പറയുന്നു മലയാളത്തിൽ. പിന്നെ ആ കാര്യം എടുക്കാൻ കിട്ടില്ല. അപ്പൊ അതിന്റെ മുകളിൽ കൂടെ വേറെ ഉറുമ്പ് കയറും. എന്നിട്ട് അയാളും അതിൽ കുടിക്കും. അയാളും വയറിറച്ച് കുടിച്ചു കഴിയുമ്പോൾ വിചാരിക്കും എനിക്ക് എന്റെ കാലിൽ നിന്ന് എടുത്ത് വെച്ചാലോ എന്ന് തോന്നും. അപ്പൊ അങ്ങനെ ഓരോരുത്തർ വെച്ച് 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 ഒക്കെ തേൻ അനുവദനീയാണ്. പക്ഷെ കുറച്ച് അകലെ നിന്നൊക്കെ കുടിക്കേണ്ടത്. അതിന് പകരം അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ജീവിതം അത് കൂട്ടിത്തരും. ഹജ്ജ് അങ്ങനത്തെ മൊത്തം പോകും അതുകൂടി. അപ്പൊ ഉസ്താദ് പറയണ ഈ നെറ്റ് ഓൺ ആക്കേണ്ടതാണ്, അല്ല വാട്സപ്പ് മെസ്സേജ് ആക്കേണ്ടതാണ്. പുറത്ത് നിന്നിട്ട് ഒരു തൈക്ക് കുടിച്ചിരുന്ന കുഴപ്പമില്ല, മനസ്സിലായില്ലേ? പുറത്ത് നിന്നിട്ട് ഒന്നും ഉണങ്ങി ടേസ്റ്റ് ചെയ്ത് പൊക്കം മടങ്ങി പൊക്കം, എന്നിട്ട് നാളെ വന്നിട്ട് പിന്നെയും കുടിച്ചോ. പക്ഷെ ഇന്ന് തന്നെ ഒക്കെ മൊത്തം കുടിച്ച് തീർന്നത് എനിക്ക് എൻ്റെ സ്വന്തമായതെന്നുള്ളൊരു വിചാരമുണ്ട്. ലാസ്റ്റ് ചില ആള് സിഗ്നലൊക്കെ കട്ട് ചെയ്ത് പോണത് ഇനി സിഗ്നലില്ല, ലാസ്റ്റ് സിഗ്നലിൽ സിഗ്നലിനുണ്ട്. അടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സിഗ്നൽ വരും, പിന്നെ വെയിറ്റ് ചെയ്ത് അടുത്ത സിഗ്നൽ വരും. ഈ ഒരു ക്ഷമ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനുണ്ട്. ജീവിത യാത്രയിൽ അതേ രംഗത്ത് വരും. അത് ഇവിടെയും കൂടി പഠിച്ചു കഴിയുമ്പോൾ ഹജ്ജ് നന്നായി തീരും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹജ്ജ് എന്താണെന്ന് പഠിക്കാം. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പുരുഷന്മാർ താഴത്ത് പോയിട്ട് പെട്ടെന്ന് നിസ്കരിക്കുക, സ്ത്രീകൾ ഇവിടെ നോക്കത്തിൽ ഇവിടെ നിസ്കരിക്കുക. സ്ത്രീകൾക്ക് ഈ മാമത്ത് കൂട്ടത്തിലുള്ള ഒരു ആള് നിൽക്കണം. അതേപോലെ തന്നെ പുരുഷന്മാർക്ക് നിൽക്കുന്ന ഇറങ്ങാം. സാധാ സ്മരണക്കുള്ള ഉപയോഗിച്ചിട്ട് അശ്വതില്ലാത്ത